മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോവൽ അവിചാരിതം. വേലയിൽ പിടിച്ചു നിന്ന വിനീൻ മാഷ് മുറ്റത്തിറങ്ങി വരുന്ന മഹേഷിനെ കൈയാട്ടി വിളിച്ചു. ഞാനാടാ മഹി, പട്ടത്താനത്തെ വിനയൻ. ഹലോ വിനീൻ മാഷേ. റോഡിൽ നിന്ന് വിളികേട്ട് വിനീൻ മാഷ് തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ നിന്ന് 4-5 പേർ വെളിച്ചം വീണ ഭാഗത്തേക്ക് വരുന്നത് അയാൾ കണ്ടു. ആരാ അവർ? അയാൾക്കടുത്തേക്ക് വന്നു. മുറ്റത്ത് നിന്ന് വഴിയിലേക്ക് കയറിയ മഹേഷ് പെട്ടെന്ന് അവിടെ നിന്നു. ജയന്തനും കൂട്ടരും അവിടം വിട്ടു പോയിട്ടില്ലെന്ന സംശയം അവനുണ്ടായി. അങ്ങോട്ട് ചെല്ലുന്നത് അപകടമാണെന്ന് മനസ്സ് മന്ത്രിച്ചു. വിനയൻ മാഷ് എന്തിനിങ്ങോട്ട് വന്നെന്ന് അവന് മനസ്സിലായില്ല. അടുത്തു വന്നു നിന്ന ആളുകളുടെ മുഖങ്ങളിൽ വിനയൻ മാഷ് നോക്കി. അരണ്ട വെട്ടത്തിൽ ആരെയും മനസ്സിലായില്ല. നിങ്ങളൊക്കെ ആരാ? മാഷിന് വേണ്ടപ്പെട്ടവരാ. നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് കരുതി 1.5 മണിക്കൂറായി ഇവിടെ വെയിറ്റ് ചെയ്യുക, ഒരാൾ പറഞ്ഞു. എന്തിന്? ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? എല്ലാം പറയാം, വാ, വണ്ടി അവിടെ കിടപ്പുണ്ട്. അയാൾ വിനയൻ മാഷിന്റെ കയ്യിൽ പിടിച്ചു. വിനയൻ മാഷ് കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചു. എല്ലാം ശ്രദ്ധിച്ച് ഓട്ടോയിലിരുന്ന ഓട്ടോക്കാരന് അപകടം മണത്തു. നിങ്ങളുടെ കൂടെ ഞാനെന്തിനു വരണം? എനിക്ക് പോകാൻ വണ്ടിയുണ്ട്. വിനയൻ മാഷ് കുതറിയെങ്കിലും പിടിവിടിവിക്കാൻ കഴിഞ്ഞില്ല. മഹി, ഒന്നിങ്ങോട്ട് വാടാ. ആരൊക്കെയാ ഇവർ? മഹേഷിന്റെ അടുത്തേക്ക് രമേശൻ ഓടി വന്നു. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണ്ട. മഹേഷ് രമേശനെ തടഞ്ഞു. മറ്റേ പാർട്ടിയാണോ അളിയ? ആണെന്നാ തോന്നുന്നേ. മഹി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വിനയൻ മാഷ് അത്രയും പറഞ്ഞതും നട്ടലിനോട് ചേർന്ന് ഒരു കത്തിമുന വന്നു മുട്ടി. പട്ടിക്കഴിവേറി ഒച്ചയെടുത്ത പച്ചിരുമ്പ് കേറ്റും. മിണ്ടാതെ കൂടെ വാടാ. നിന്നെ കൊല്ലാനുള്ള കൊട്ടേഷനൊന്നും തന്നിട്ടില്ല. അനുസരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും. പിന്നിൽ നിന്ന് മുരൾച്ച കേട്ടു. ഓട്ടോക്കാരൻ വണ്ടിയെടുത്ത് പാഞ്ഞുപോയി. വിനയൻ മാഷ് വിറച്ചു. നടക്കടാ. കത്തിമുനിയാണ് സംസാരിച്ചതെന്ന് വിനയൻ മാഷിന് തോന്നി. അയാൾ അറിയാതെ മുന്നോട്ട് ചലിച്ചു. വിനയൻ മാഷ് നടന്നു പോകുന്നത് പോലെയാണ് മഹേഷിന് തോന്നിയത്. കുറച്ചകലെ പാർക്ക് ചെയ്തിരുന്ന സ്കോർപിയോയിൽ അവർ വിനയൻ മാഷിനെ പിടിച്ചു കയറ്റി. ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു. വണ്ടി പാഞ്ഞു പോകുന്നത് നടവഴിയിൽ നിന്ന് മഹേഷ് കണ്ടു. എന്താ അളിയ ഇതൊക്കെ? അളിയൻ വല്ല കുരുക്കിലും ചെന്ന് ചാടിയിട്ടുണ്ടോ? രമേശൻ വെട്ടി തുറന്നു ചോദിച്ചു. മഹേഷ് അകത്തേക്ക് കയറിപ്പോയി. വിനയൻ മാഷിനെ ആരാണ് കൊണ്ടുപോയതെന്ന് അറിയില്ല. തന്നെ ഒരു ശത്രുവിനെ പോലെ കണ്ടിരുന്ന അയാൾ എന്തിനാണ് വന്നത്? അയാൾക്ക് എന്തോ പറയാനുണ്ടെന്ന് വിളിച്ചു പറയുകയും ചെയ്തു. മഹേഷ് ഫോൺ എടുത്തിട്ട് ജയരാമന്റെ നമ്പറിലേക്ക് വിളിച്ചു. റിങ് ചെയ്ത് അല്പം കഴിഞ്ഞപ്പോൾ ജയരാമന്റെ സ്വരം വന്നു. ഹലോ, ഞാനാ ജയൻ മാമി, മഹി. എന്താ മഹി? അവൻ സംഭവം വിവരിച്ചു. ഏയ്, അത് വിനയനായിരിക്കില്ല. അവൻ നിന്നെ കാണാൻ വരുന്നെങ്കിൽ എന്നോട് പറയില്ലേ? അത് അയാൾ തന്നെയാ. എന്നോടെന്തോ പറയാനാ വന്നത്. അവന്റെ ഏട്ടന്റെ ഒരു മോളുണ്ട്, കലാമണ്ഡലത്തിൽ പഠിച്ച കുട്ടിയാ. നിന്റെ പടത്തിൽ അവൾക്ക് ചെറിയൊരു റോൾ കൊടുക്കാൻ നിന്നോട് ശുപാർശ ചെയ്യാൻ ഇന്നലെ എന്നെ ശട്ടം കെട്ടിയിരുന്നു. അതിനു വേണ്ടിയാവും. ചടങ്ങുകൾ കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷേ അയാൾ മറ്റൊരു കൂട്ടരുടെ കൂടെ പോയില്ലേ? അത് ഏതോ കൊട്ടേഷൻ ടീമാണെന്ന് ഉറപ്പാ. ഇനി ബാറിൽ വെച്ച് വല്ല പ്രശ്നവും ഉണ്ടാക്കിയതാവുമോ? അല്ലാതെ അവന് ശത്രുക്കളായി ആരാ ഉള്ളത്? ആരാ എന്താ എന്നറിയാതെ ഈ രാത്രിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യണ്ടേ? അവൻ തിരിച്ചു വരുമോന്ന് നോക്കാം. ഞാൻ അവന്റെ ഏട്ടനെ വിളിച്ച് ഇപ്പോൾ തന്നെ വിവരം പറയാം. അവര് നല്ല സ്വാധീനമുള്ളവരാ. നീ വെച്ചോ. ജയരാമൻ കോൾ കട്ട് ചെയ്തു. സഞ്ജു വേണ്ടതുപോലെ പ്രവർത്തിച്ചെന്ന് ഉറപ്പായി. നാളെ ഉച്ച തിരിഞ്ഞേ വിനയൻ ഇനി പുറത്തു വരൂ. അപ്പോഴേക്കും കെട്ടി നിർത്തിയ പലതും അമ്മു തുറന്നു വിടുന്ന മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകും. താൻ അവിടെ മൗനസാക്ഷി മാത്രമായിരിക്കും. ആരോടെങ്കിലും പകയോ കണക്ക് തീർക്കലോ ഒന്നും തന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. പക്ഷേ വിനയ, നിനക്കുള്ള ശിക്ഷ ഞാൻ തരും. പലതവണ നീ തന്നെ പറഞ്ഞില്ലേ, സ്വന്തം ഭാര്യയെ മറ്റൊരുത്തൻ അനുഭവിച്ചാൽ അവനെ ജീവനോടെ വെച്ചേക്കരുതെന്ന്. ആണത്തമുള്ള ഒരു പുരുഷനും അത് പൊറുക്കാൻ കഴിയില്ലെന്ന്. നിന്റെ ആ വാക്കുകൾ വെച്ച് വേണം എനിക്ക് നിന്നോടുള്ള കണക്ക് തീർക്കാൻ. നീ കാത്തിരുന്നോ? മക്കളെയും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോയിട്ട് ഒരു ദിവസം ജയരാമൻ നിന്നെ കാണാൻ വരും. മൃദുല സിറ്റൗട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ജയരാമൻ അങ്ങോട്ട് ചെന്നു. ആരോടാ സംസാരിച്ചത്? മഹിയെ വിളിച്ചത്. വിനയൻ അവനെ കാണാൻ ചെന്നെന്ന്. എന്തിന്? ഞെട്ടലോടെ മൃദുല ചോദിച്ചു. അതവന് പറയാനുള്ള സമയം കിട്ടിയില്ല. അതിനു മുമ്പേ മറ്റൊരു കൂട്ടർ വിനയനെ കാറിൽ കയറ്റി കൊണ്ടുപോയി. അതാരാ?
ആർക്കറിയാം, ബാറിൽ വെച്ച് കശപിശയുണ്ടായി കാണും. അവർ നന്നായി കൈകാര്യം ചെയ്ത് എവിടെയെങ്കിലും വലിച്ചിറക്കി വിടും. ഹാളിൽ നിന്ന് അമൃത സിറ്റൗട്ടിലെ സംസാരം കേട്ടു. അവൾ സ്റ്റെയർ കേസ് കയറി മുറിയിൽ ചെന്നു. കട്ടിലിൽ ചിന്താധീനയായി അവൾ ഇരുന്നു. നാളെ ഈ വീട്ടിലെ അന്തരീക്ഷം തകിടം മറിയും. ഉള്ളിൽ ലാവ് ഒരുക്കുമ്പോഴും പുറമേ ശാന്തമായിരുന്ന ഒരഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. നൊന്തു പ്രസവിച്ചെന്ന് പറയുന്ന ആ സ്ത്രീ ആരുമല്ലാതാകും. അച്ഛന് ശിരസ് കുനിക്കേണ്ടി വരും. ഇതൊന്നും വേണ്ടെന്ന് സഞ്ജു പറഞ്ഞതാണ്. അച്ഛൻ അവരോട് ക്ഷമിക്കാനും ഒരു മനസ്സുണ്ടായതാണ്. അത് തന്നെയും ചാരുവിനെയും ഉദ്ദേശിച്ചു മാത്രമാണ്. മക്കളുടെ ഭാവിക്ക് വേണ്ടി ഭാര്യ എന്ന വിഴുപ്പുഭാണ്ഡം മരണം വരെ ചുമലിലേറ്റാൻ പാവം അച്ഛൻ തയ്യാറായി. അച്ഛൻ അറിയുന്നില്ല, മക്കൾക്ക് ഓരോ ജീവിതമുണ്ടാകുമ്പോൾ അവർ അവരുടെ വഴിക്ക് പോകുമെന്ന്. വിശ്രമകാലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന വിധിയാണ് അച്ഛന് വരാൻ പോകുന്നത്. നാട്ടിലായിരുന്നപ്പോൾ കൂലിപ്പണി ചെയ്ത് അച്ഛൻ കുടുംബം പുലർത്തി. ഗൾഫിൽ പോയി ചെയ്യാത്ത പണികളില്ല. ഒടുവിലാണ് കുഞ്ഞിക്കൈയുടെ മുന്നിലെത്തിയതെന്ന്. സുഖവും സന്തോഷവും അച്ഛൻ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞുകൂടാ. അച്ഛൻ മരുഭൂമിയിലായിരുന്നപ്പോഴും അത് വേണ്ടുവോളം അനുഭവിച്ചു. ആ സുഖവും സന്തോഷവും മക്കളെയും ഭാര്യയെയും കുറിച്ചുള്ള ചിന്തകളിലൂടെയായിരുന്നെന്ന് മാത്രം. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ സമയം ഭാര്യ മറ്റൊരുത്തിന് കിടക്ക വിരിച്ചു. കുറ്റബോധത്തിന്റെ നേരിയ ലാഞ്ചന പോലും ആ സ്ത്രീക്കുണ്ടായിരുന്നില്ല. ഭർത്താവ് ചോര നീരാക്കി സമ്പാദിച്ചതെല്ലാം അവൻ അടിയറവ് വെച്ചു. 2 പെൺമക്കളുടെ ഭാവി മറന്നു. മതിമറന്ന് സുഖിക്കുകയായിരുന്നു അവർ. തന്നേക്കാൾ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനുമായി. ഭർത്താവ് മടങ്ങി വന്നതോടെ അവരുടെ സ്വൈര ജീവിതത്തിന് തടസ്സമാവുമെന്നും കണ്ട് മക്കളെയും ഭർത്താവിനെയും കൊന്നുകളയാൻ അവൻ്റെ ഒപ്പം നിന്നു. ആ സ്ത്രീയോട് ക്ഷമിക്കാനും പൊറുക്കാനും അച്ഛന് കഴിയുമായിരിക്കും. ഉപദേശിക്കാൻ വരുന്ന കൂട്ടരും അത് തന്നെ പറയും. പക്ഷേ തനിക്കതിന് കഴിയില്ല. കാരണം താനും ഒരു സ്ത്രീയാണ്, മകളാണ്. തൻ്റെ കുറ്റം കൊണ്ടല്ലാതെ ഒരു സ്ത്രീ കളങ്കപ്പെട്ടു പോയാൽ, ഭർത്താവ് അവളോട് ക്ഷമിച്ചാൽ അതൊരു വലിയ മനസ്സ്. ദയയുടെ ഒരു കണിക പോലും ഈ സ്ത്രീ അർഹിക്കുന്നില്ല. നാളെ മൃദുലയ്ക്ക് വക്കാലത്ത് പറയാനും ആളുകളുണ്ടാവും. സാഹചര്യമാണത്രേ സ്ത്രീയെ വഴിതെറ്റിക്കുന്നത്. എന്ത് സാഹചര്യമെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. പെണ്ണിനെ വെറും അബലയാക്കാനുള്ള ചിലരുടെ ശ്രമം. അതിൽ കൂടുതലൊന്നുമില്ല. ദേഹത്ത് കൈവയ്ക്കുന്നവന്റെ ചെകിട്ടത്തടിക്കാനുള്ള തൻ്റെ ഇടം മാത്രം മതി പെണ്ണിന്. അച്ഛന് ഇനിയും ഒരു ജീവിതം വേണം. സുഖവും സന്തോഷവും അച്ഛൻ അറിയണം. താലി കഴുത്തിലുണ്ടായിട്ടും ചെളിക്കുണ്ടിലിറങ്ങിയ ഒരു സ്ത്രീയല്ല അച്ഛന് വേണ്ടത്. 40 വർഷം ആരുടെയും താലിച്ചരടന് പിൻബലമില്ലാതെ ഒരു നിലവിളക്ക് പോലെ ശോഭിച്ച ദേവി ചെറിയമ്മയാണ് അച്ഛനത് നൽകേണ്ടത്. എൻ്റെ അച്ഛനെ ഞാനവിടെ കൊണ്ടെത്തിച്ചില്ലെങ്കിൽ ഒരു മകളാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കാര്യം? അവൾ കണ്ണുകൾ തുടച്ചു. പാവം ചാരുമോൾ. അവൾക്ക് ഈ വീട്ടിൽ നടക്കുന്ന ഒന്നും അറിയില്ല. നാളെ എല്ലാം കേൾക്കുമ്പോൾ അവളുടെ മനസ്സിൻ്റെ താളം തെറ്റും. എപ്പോഴും അമ്മയുടെ ഭാഗം പിടിച്ചേ അവൾ നിന്നിട്ടുള്ളൂ. അമൃത മെല്ലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഹാളിൽ വന്ന് കാതോർത്തപ്പോൾ താഴെ ഒച്ചയനക്കമൊന്നും കേട്ടില്ല. ചാരിയിരുന്ന വാതിൽ തുറന്ന് അമൃത ചാരുതയുടെ മുറിയിൽ കടന്നു. നോട്ട്സ് പകർത്തി എഴുതുകയാണ് ചാരുത. അമൃത കട്ടിലിൽ ചെന്നിരുന്നു. അവളെ നോക്കി ചാരുത ചിരിച്ചു. നിനക്കെന്താ ഉറക്കമില്ലേ? നാളത്തെ കാര്യം ആലോചിച്ച എങ്ങനെ ഉറക്കം വരാനാ? ആഗ്രഹിച്ചത് സാധിച്ചെടുത്തില്ലേ? പഠിക്കണമെന്ന ആഗ്രഹമൊക്കെ അമ്മ വെച്ച് കളഞ്ഞതാ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. എത്ര കാലം എൻട്രൻസ് കോച്ചിങ്ങിന് പോയതാ? അമൃത മിണ്ടിയില്ല. ഒരു ഡോക്ടർ ആകുന്നതിനേക്കാൾ വലുതാണോ ഭാര്യയാകുന്നത്? നീ എൻ്റെ മുറിയിലേക്കൊന്ന് വാ, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. അമൃത എഴുന്നേറ്റു. എന്ത് കാര്യം? എൻ്റെ കൂട്ടുകാരി അനുജിയുടെ കുടുംബ പ്രശ്നമാ. എന്നോട് അവൾ ഒരു പരിഹാരം ചോദിച്ചിരിക്കുക. എനിക്ക് നിന്നോട് കൂടിയൊന്ന് ആലോചിക്കണം. നീ വാ. അമൃത അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്താ അത്രയും വലിയ പ്രശ്നം? നീ വാ, ഞാൻ എല്ലാം പറയാം. അമൃത അവളെ സ്വന്തം മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അകത്ത് കയറിയ ഉടൻ വാതിലടിച്ചു കുറ്റിയിട്ടു. അവളെ പിടിച്ച് ബെഡിലിരുത്തി. ഏതാണ്ട് നമ്മളെപ്പോലെയാ അനുജിയുടെയും കുടുംബമെന്ന് നിനക്കറിയാമല്ലോ. 2 പെൺമക്കളാവർ. അവരുടെ അച്ഛന് ജോലി മുംബൈയിലും. ചാരുത തലയാട്ടി. പുറത്തു പറയാൻ പറ്റാത്ത നാണക്കേടിൽ അവൾ. മറ്റൊന്നുമല്ല, അവളുടെ അമ്മയ്ക്ക് മറ്റൊരാളുമായി അവഹിത ബന്ധമുണ്ട്. ഒരു ഞെട്ടൽ ചാരുതയുടെ മുഖത്തുണ്ടായി. അത് ആ വീട്ടിൽ സ്ഥിരമായി വന്നു പോകുന്ന ആളുമായിട്ടാ.
അവളുടെ അച്ഛൻ നാട്ടിൽ വന്നപ്പോഴാ വിവരം അറിയുന്നത്. അയ്യേ, അതെന്തൊരു സ്ത്രീ! ചാരുത മുഖം ചുളിച്ചു. അതവിടം കൊണ്ടും തീർന്നില്ല. നമ്മുടെ അച്ഛനെ പോലെ അനുജയുടെ അച്ഛൻ്റെ മുഴുവൻ സമ്പാദ്യവും ആ സ്ത്രീയുടെ പേരില. ബാങ്കിൽ കിടന്ന 1/2 കോടിക്ക് പുറത്തു വരുന്ന പണം ആ സ്ത്രീ രഹസ്യക്കാരന് കൊടുത്തു. വീടിന്റെയും പറമ്പിന്റെയും ആധാരം പണയപ്പെടുത്തി 3 കോടി രൂപ വായ്പയെടുത്ത് അയാൾക്ക് കൊടുത്തു. അനുജയുടെ അച്ഛൻ നാട്ടിലെത്തുമ്പോൾ 1 രൂപയുടെ സമ്പാദ്യം പോലും ഇല്ലായിരുന്നു. എല്ലാം രഹസ്യക്കാരൻ കൊണ്ടുപോയി. ദൈവമേ, ആ സ്ത്രീയും രഹസ്യക്കാരനും ചേർന്ന് അവളുടെ അച്ഛനെ കൊല്ലിക്കാനും നോക്കി. സത്യമാണോ നീ പറയുന്നത്? അവിശ്വസനീയതയോടെ ചാരുത ചോദിച്ചു. അതെ, രഹസ്യക്കാരന്റെ കൂടെ കടന്നു കളയാനിരുന്നതാ ആ വൃത്തികെട്ട സ്ത്രീ. പക്ഷേ അയാൾ പഠിച്ച കള്ളനാ. അയാൾ വേറൊരുത്തിയുമായി പ്രണയത്തിലായി എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. പ്രണയിച്ചവളെയും ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിനെ കെട്ടാനുള്ള ഒരുക്കത്തിലായാളെന്ന്. ആ സ്ത്രീ എവിടെയുണ്ട്? ചാരുതയ്ക്ക് അറിയേണ്ടത് അതായിരുന്നു. അവരിപ്പോഴും അനുജിയുടെ വീട്ടിൽ തന്നെയുണ്ട്. അവളും അച്ഛനും ഈ വിവരമൊക്കെ അറിഞ്ഞ കാര്യം ഇപ്പോഴും ആ സ്ത്രീക്ക് അറിയില്ല. അവരെ എന്ത് ചെയ്യണമെന്നാണ് അനുജ എന്നോട് ചോദിച്ചത്. നീ തന്നെ ഒരു മറുപടി പറ. എന്റെ അഭിപ്രായം അവരെ അടിച്ചിറക്കി വിടണമെന്ന. ചാരുതയുടെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു. അവരെ തുണ്ടം തുണ്ടം വെട്ടി നുറുക്കി പട്ടികൾക്കിട്ട് കൊടുക്കണം. വൃത്തികെട്ട ജന്തു. അമൃത അവളുടെ കണ്ണുകളിൽ നോക്കിയിരുന്നു. ഇങ്ങനെ ഒരു വിധി നമുക്കാണ് വന്നതെങ്കിൽ നീ ഇതുപോലെ പറയുമോ? അമ്മ അങ്ങനെയൊരു സ്ത്രീയല്ല. അമൃതയുടെ നെഞ്ചു പൊടിഞ്ഞു. ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. അനുജയുടെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കും? ആ സ്ത്രീയുടെ കരണത്തടിക്കും, വലിച്ചഴിച്ച് പുറത്താക്കും. അവരെ പിന്നെ അമ്മയെ എങ്ങനെ കാണാൻ പറ്റും? നാളെ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി അവരുടെ മുന്നിൽ വെച്ച് എല്ലാം പറയാനിരിക്കുക അവളുടെ അച്ഛൻ. ഒരു ചടങ്ങിന്റെ പേര് പറഞ്ഞ ആളുകളെ ക്ഷണിച്ചത്, രഹസ്യക്കാരനെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അവളുടെ അച്ഛൻ കുറച്ചു ദൂരെ നല്ലൊരു വീടെടുത്തിട്ടുണ്ട്. ഉടനെ മക്കളെയും കൂട്ടി അച്ഛൻ അങ്ങോട്ട് താമസം മാറും. അവരെ രഹസ്യക്കാരന്റെ കൂടെ ഇറക്കി വിടും. എല്ലാ തെളിവുകളുമുണ്ട്. വീട്ടിൽ CCTV ക്യാമറ വെച്ച് അതൊക്കെ അനുജയും അച്ഛനും പിടിച്ചു വച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ബാങ്ക് ഇടപാടുകളും. അങ്ങനെ തന്നെ വേണം. അനുചേച്ചിയുടെ അമ്മയെ കണ്ട അങ്ങനെയൊന്നും തോന്നില്ല. ആളുകളെ കാണുന്ന പോലെയല്ല അവരുടെ മനസ്സ്. അമൃതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അമ്മു ചേച്ചി എന്തിനാ കരയുന്നത്? ഇതുകൊണ്ടൊന്നും സങ്കടപ്പെടരുതെന്ന് അനുചേച്ചിയെ വിളിച്ചു പറ. അതൊരു പാവം അച്ഛനാ മോളെ. കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച് സ്വയം ജീവിക്കാൻ മറന്നുപോയ ഒരച്ഛൻ. ആ അച്ഛനും നമ്മുടെ അച്ഛനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അമൃത തേങ്ങി കരയാൻ തുടങ്ങി. അമ്മു ചേച്ചി ഇത്രയും പാവമാണെന്ന് ഞാൻ കരുതിയില്ല. കൂട്ടുകാരുടെ സങ്കടം അറിഞ്ഞ് കരയുക. അമൃത ചാരുതയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. എന്റെ മോൾക്ക് നല്ല മനക്കെട്ടിയുണ്ടോ? അമ്മു ചേച്ചി ഇനി പറയുന്നത് എന്റെ പൊന്നുമോൾ താങ്ങിയേ പറ്റൂ. കഴിഞ്ഞ എത്രയോ മാസങ്ങളായി അമ്മു ചേച്ചി മനസ്സിൽ കൊണ്ടു നടന്ന തീക്കുണ്ഡമാ മോളുടെ മനസ്സിലേക്കിടുന്നത്. തളർന്നു പോകല്ലേ മോളെ. എന്താ അമ്മു ചേച്ചി? ചാരുത അന്താളിച്ചു പോയി. അനുജിയുടെ അമ്മ പാവമാ മോളെ. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മു ചേച്ചി പറഞ്ഞതുപോലൊരു അവസ്ഥ നമുക്ക് വന്നാൽ നീ എങ്ങനെ അതിനെ നേരിടുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വെറുതെ കഥ പറയാനാണോ എന്നെ വിളിച്ചുകൊണ്ട് വന്നത്? ചാരുതയ്ക്ക് ദേഷ്യം വന്നു. ഈ കഥ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാ, മറ്റെങ്ങുമല്ല, നമ്മുടെ വീട്ടിൽ. അമൃത ചുണ്ട് കടിച്ചമർത്തി കരച്ചിൽ തടഞ്ഞു. ചേച്ചി. ചാരുത ഞെട്ടലോടെ അമൃതയുടെ മുഖം പിടിച്ചുയർത്തി. നിനക്കെന്താ പറ്റിയേ? ഭ്രാന്ത് പിടിച്ചോ? അമൃത പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചാരുതയെ കെട്ടിപ്പിടിച്ചു. അവളുടെ കാതിൽ മുഖം കൊണ്ടുവച്ച് കരഞ്ഞു. നമ്മുടെ അമ്മ നമ്മളെ ചതിച്ചു. അവർക്കൊരു രഹസ്യക്കാരനുണ്ട്. എനിക്കും അച്ഛനും മാത്രമേ അതറിയൂ. അമൃതയെ തള്ളി മാറ്റിക്കൊണ്ട് ചാരുത പിടഞ്ഞെഴുന്നേറ്റു. എൻ്റെ അമ്മയെപ്പറ്റി പച്ചക്കള്ളമാ നീ പറയുന്നത്. ഇതിന് നിന്നോട് ഞാൻ ക്ഷമിക്കില്ലടി. എൻ്റെ അമ്മയെ അപമാനിച്ചിട്ട് നീ ഇവിടുന്ന് പോകുമെന്ന് കരുതണ്ട. ചാരുത ഓടിച്ചെന്ന് വാതിലിന്റെ കുറ്റിയെടുത്തു. എല്ലാം കൈവിട്ടു പോയെന്ന് അമൃതയ്ക്ക് തോന്നി. അമൃത പാഞ്ഞു വന്ന് ചാരുതയുടെ അരക്കെട്ടിൽ കൈ ചുറ്റി ഉയർത്തിയെടുത്തു. വിടടി എന്നെ. ചാരുത പിടഞ്ഞു. അമൃത അവളെയും കൊണ്ട് ബെഡിലേക്ക് വീണു. അലറി വിളിക്കാൻ തുടങ്ങിയ ചാരുതയുടെ വാ പൊത്തിപ്പിടിച്ചു. അവളുടെ മുഖത്തിന് നേരെ മുഖം കൊണ്ടുവന്നു. എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ടടി. നാളെ ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത് വിവാഹ നിശ്ചയമല്ല. ആ സ്ത്രീയെ അവരുടെ രഹസ്യക്കാരന്റെ കൂടെ ഇറക്കി വിടല. അയാൾ ആരാണെന്ന് നിനക്കറിയണ്ടേ? മഹി.
ഒറ്റ ശ്വാസത്തിൽ അമൃത പറഞ്ഞു. ചാരുതയുടെ കണ്ണുകൾ തുറച്ചു വന്നു. അമൃത മെല്ലെ കൈയെടുത്തു. ചാരുത പിന്നോട്ട് വലിഞ്ഞെഴുന്നേറ്റിരുന്നു. സത്യമാണ് മോളെ ഞാൻ പറഞ്ഞത്. നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നീ എന്തു വേണേ ചെയ്തോ. അമൃത ടേബിളിലിരുന്ന് സെൽഫോൺ എടുത്ത് കൊണ്ടുവന്നു. ഗാലറിയിൽ നിന്ന് അവളൊരു വീഡിയോ എടുത്ത് പ്ലേ ചെയ്ത് ചാരുതയുടെ നേരെ പിടിച്ചു. കണ്ണ് തുറന്നു നോക്ക്. ആ സ്ത്രീയും മഹിയും തമ്മിലുള്ള രംഗമാ. തെളിവിന് വേണ്ടി CCTV ക്യാമറ പിടിച്ചതാ. നമ്മുടെ വീടിന്റെ ഹാളിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. മൃദുലയും മഹിയും തമ്മിൽ സംസാരിക്കുന്നതും വാക്കേറ്റമുണ്ടായി മഹി മൃദുലയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതും രണ്ടുപേരും നിലത്ത് വീഴുന്നതും ചാരുത ഉൾക്കിടലത്തോടെ കണ്ടു. അച്ഛൻ നാട്ടിൽ വന്ന ദിവസം തന്നെ അതറിഞ്ഞു. ഒന്നും അറിയാതെ പോയത് നമ്മളാ. അച്ഛൻ്റെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങൾ തോന്നി. ഞാൻ ദേവി ചെറിയമ്മയെ ചെന്ന് കണ്ടു. അവരിൽ നിന്നാണ് വിവരങ്ങൾ അറിയുന്നത്. എൻ്റെ പഠിപ്പിനു വേണ്ടി അച്ഛൻ ബാങ്കിലിട്ട മുഴുവൻ പണവും ആ സ്ത്രീ മഹിക്ക് ബിസിനസ് ചെയ്യാൻ കൊടുത്തു. നമ്മുടെ വീടും പറമ്പും ആർക്കോ പണയപ്പെടുത്തി അവർ 3 കോടി രൂപ വാങ്ങി അയാൾക്ക് കൊടുത്തു. സിനിമ എടുക്കാനാണ് കൊടുത്തത്. അതിനെല്ലാം ബാങ്ക് രേഖകളുണ്ട്. ശ്വാസം നിലച്ചതുപോലെ ചാരുത മരവിച്ചിരുന്നു. അച്ഛനെ കൊല്ലാൻ ആളെ വിട്ടതും മഹിയ. ആ സ്ത്രീ കൂടി അറിഞ്ഞുവെച്ച് നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള നീക്കമായിരുന്നു പിന്നെ അങ്ങോട്ട്. അതിനുവേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ നാടകമാണ് അച്ഛനെ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞത്. അപ്പോ ചാരുതയ്ക്ക് ശബ്ദം പുറത്തു വന്നില്ല. അച്ഛനൊരു ലോട്ടറിയും അടിച്ചിട്ടില്ല. എല്ലാത്തിൻ്റെയും സൂത്രധാരൻ സഞ്ജുവാ. സഞ്ജുവിൻ്റെ ബുദ്ധി കൊണ്ടാ നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടിയത്. ലോട്ടറി പണം കിട്ടിയാൽ മഹിക്ക് 7 കോടി കൊടുക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ ഞാനുമായിട്ടുള്ള വിവാഹം. അത്രയും വലിയ പണം മോഹിച്ച അയാൾ ബാങ്കിലുണ്ടായിരുന്ന പണവും വീടിൻ്റെ ആധാരവും വീണ്ടെടുത്ത് തന്നത്. ആ പണവും വീടും പറമ്പും ഒക്കെ ഇപ്പോൾ അച്ഛൻ്റെ പേരിലാ. വിങ്ങി വിങ്ങി ചാരുത കരയാൻ തുടങ്ങി. അമൃത അവളെ നെഞ്ചോട് ചേർത്തു. പരസ്പരം കെട്ടിപ്പുണർന്ന് രണ്ടുപേരും കരഞ്ഞു. കസേരയിലിരുന്ന ആർത്തിയോടെ വിനയൻ മാഷ് ചൂട് ചായ കുടിച്ചു. ഓട് പാകിയ ചെറിയൊരു വീടായിരുന്നു അത്. തുറന്നു കിടക്കുന്ന സിമന്റിട്ട വരാന്ത. പുറത്തേക്ക് കാലുകളിട്ട് ഒരാൾ ഫോണിൽ നോക്കി ഇരിപ്പുണ്ട്. ചുറ്റും അതിലിനപ്പുറത്തെ കാഴ്ചകളൊന്നും വിനയൻ മാഷിനെ കാണാനായില്ല. രാവിലെ ഉണർന്നപ്പോഴാണ് അകത്തെ ചെറിയൊരു കട്ടിലിൽ കിടക്കുന്ന കാര്യം അറിയുന്നത്. അവിടെ വന്നതിൻ്റെ ഓർമ്മകളൊന്നും അയാൾക്കുണ്ടായിരുന്നില്ല. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ പിടിച്ചു വച്ചിരിക്കുന്നത്? വരാന്തയിൽ ഇരുന്ന ആളോട് വിനയൻ മാഷ് ചോദിച്ചു. മിണ്ടാതിരിക്കടാ. മുഖമുയർത്താതെ അയാൾ പറഞ്ഞു. ഞാനൊരു സ്കൂൾ മാഷാ. നീ ആരായാൽ എനിക്കെന്താ? ഗേറ്റിനു മുന്നിൽ ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. വരാന്തയിലിരുന്ന മനുഷ്യൻ എഴുന്നേറ്റ് ചെന്ന് ഗേറ്റ് തുറന്നു. കാർ മുറ്റത്ത് വന്ന് നിന്നു. ഡോർ തുറന്നിറങ്ങിയത് സഞ്ജു ആയിരുന്നു. വിനയൻ മാഷിന്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. ചിരിയോടെ സഞ്ജു കയറി വന്നു. താമസം എങ്ങനെയുണ്ട് മാഷേ? നീയായിരുന്നല്ലേ ഇതിന്റെ പിന്നിൽ? നിന്നെ ഞാൻ വെറുതെ വിടുമെന്നാണോ നീ കരുതിയത്? കേസ് വേറെയാ നിന്റെ പേരിൽ വരാൻ പോകുന്നത്. ക്ഷുഭിതനായി വിനയൻ മാഷ് എഴുന്നേറ്റു. എനിക്ക് അങ്ങനെ ഒരു ഭയമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? ഇന്നലെ രാത്രി തന്നെ നിങ്ങളുടെ കയ്യോ കാലോ തല്ലിയൊടിച്ച് റോഡ് വക്കിൽ കളഞ്ഞാൽ പോരെ? വിനയൻ മാഷ് അവനെ തുറച്ചു നോക്കി നിന്നു. ഞാനത് ചെയ്തില്ല. ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. എന്ത് കേസാ എൻ്റെ പേരിൽ നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്? വെള്ളമടിച്ച് ബോധം കെട്ട് വഴിയിൽ കിടന്ന നിങ്ങളെ കണ്ട് ഞാൻ കാർ നിർത്തി. നിങ്ങളുടെ വീട് അറിയാത്തത് കൊണ്ട് സുരക്ഷിതമായി എൻ്റെ പരിചയത്തിലുള്ള ഒരു സ്ഥലത്തെത്തിച്ചു. അതൊരു കുറ്റമാണോ കുടിയൻ മാഷേ? സൽപ്രവൃത്തിയല്ലേ? അവൻ ഉറക്കെ ചിരിച്ചു. എനിക്ക് പോണം. അയാൾ നടക്കാൻ തുടങ്ങിയപ്പോൾ സഞ്ജു കൈ നീട്ടി തടഞ്ഞു. അയ്യോ, മാഷിന്റെ കെട്ടിറങ്ങിയിട്ടില്ല. വഴിയിൽ കറങ്ങി വീണാൽ മോശമല്ലേ? 12 മണി കഴിയാതെ മാഷിനെ ഞാൻ വിടില്ല. അവൻ കളിയായി ചിരിച്ചു. എന്താടാ നിന്റെ ഭാവം? അയാൾ കയർത്തു. നിങ്ങൾ എന്തിനാ ഇന്നലെ രാത്രി മഹേഷിനെ കാണാൻ പോയത്? അവന്റെ ഭാവം മാറി. നിങ്ങളെ പരിചയപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാ നിങ്ങളുടെ ഉള്ളിൽ ഒരു ബ്രൂട്ടസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. ഒന്നും നിങ്ങളോട് ഷെയർ ചെയ്തതെന്ന് പറഞ്ഞിട്ടും അമ്മുവിൻ്റെ അച്ഛൻ അത് ചെവിക്കൊണ്ടില്ല. ഒടുവിൽ എനിക്ക് പണിയായി. എന്ത് ചെയ്യാനാ? ഞാൻ ഇടപെട്ടു പോയില്ലേ? അവൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ അയാൾ നിന്നു. അയാൾ ഒരു പാവം മനുഷ്യനാ. ആത്മസുഹൃത്തിനോട് ഒന്നും മറച്ചു വെച്ചില്ല. അയാളെ ചതിക്കാനാ നിങ്ങൾ നോക്കിയത്. മഹിയെ കണ്ട എല്ലാ വിവരങ്ങളും അറിയിക്കാനാ നിങ്ങൾ പോയത്. ദേവി ടീച്ചറുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് വിവരം കിട്ടി. ആദ്യം നിങ്ങൾ ശ്രമിച്ചത് അമ്മുവിൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു കത്ത് ഏൽപ്പിക്കാനാ. ഞാൻ പറയുന്നത് സത്യമല്ലേ കുടിയൻ മാഷേ?
വിനീൻ മാഷിന്റെ ഉള്ളിൽ ഒരു പതർച്ചയുണ്ടായി. ഇവൻ ഇതൊക്കെ എങ്ങനെ അറിയുന്നു? ദേവി പാർവതിയെ കിട്ടില്ലെന്ന് ഉറപ്പു വന്നപ്പോഴാണ് നിങ്ങൾ ജയരാമനെ ചതിക്കാൻ പുറപ്പെട്ടത്. ജയരാമന് ദേവി പാർവതിയെ കിട്ടരുത്, അതായിരുന്നു നിങ്ങളുടെ മനസ്സിൽ. ഇന്ന് 11:30 മൃദുല ആ വീട്ടിൽ നിന്നും പുറത്താവുമെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ അവരുടെ സ്ഥാനത്ത് വരാൻ പോകുന്നത് ദേവി പാർവതിയാ. കുടിയൻ മാഷിന് അത് സഹിക്കാൻ പറ്റുമോ? ഇല്ല. മഹി വരാതിരുന്നാൽ ജയരാമന്റെ പദ്ധതി പാളും. മൃദുലയെ അയാൾക്ക് ഒഴിവാക്കാനും പറ്റില്ല. ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ കണക്കുകൂട്ടൽ. വിനീൻ മാഷി വിയർത്തു. ആ കണക്ക് തെറ്റിപ്പോയി. ദൈവം ഇപ്പോൾ ജയരാമന്റെ കൂടെയാ. പുന്നല് കണ്ട എലിയെപ്പോലെ മഹി വന്ന് ഞങ്ങൾ വെച്ച് കെണിയിൽ വീഴും. സഞ്ജു ഗോപാൽ എന്തിനെങ്കിലും ഇറങ്ങിയാൽ അവസാന ഫലം കണ്ടേ തിരിച്ചു പോകൂ. കാരണം ഞാൻ ഗോപാൽജിയുടെ മോനാ, നല്ല തന്തയ്ക്ക് പിറന്ന ഒറ്റ മോൻ. അവൻ ചിരിച്ചു. താനും മൃദുലയും തമ്മിലുണ്ടായിരുന്ന ബന്ധം അവൻ അറിയില്ലെന്ന് വിനീൻ മാഷിന് മനസ്സിലായി. ദേവി അത് ജയരാമനോട് പറഞ്ഞിട്ടില്ല. ജയരാമന്റെയും ദേവി പാർവതിയുടെയും വിവാഹം കൂടി നടത്തിച്ചിട്ടേ ഞാൻ കളം വിടും. ഏതെങ്കിലും നാട്ടിൽ പോയി അവർ ജീവിക്കും. തലയ്ക്കുള്ളിൽ വക്രബുദ്ധിയുമായി നിങ്ങൾ കുടിച്ച് നരകിച്ച് ചാവും. വിനീൻ മാഷ് മുഖം വെട്ടിത്തിരിച്ചു. ഈ നിമിഷം വരെയും ദേവി പാർവതി എന്ന ചിന്ത ആ മനുഷ്യന്റെ മനസ്സിലില്ല. നിങ്ങളുടെ വിവാഹം നടത്തിക്കാൻ അയാൾ ശ്രമിച്ചതൊക്കെ ആത്മാർത്ഥമായിട്ടാ. എന്നിട്ടും എങ്ങനെ തോന്നിയടോ അയാളെ ഒറ്റുകൊടുക്കാൻ? താനൊരു മനുഷ്യനാണോ? ദേവി പാർവതിക്ക് നിങ്ങളെ വേണ്ടാത്തതിന് അയാൾ എന്ത് പിഴച്ചു? അയാൾക്ക് വലുത് മക്കളാ. മക്കളില്ലാത്ത നിങ്ങൾക്ക് ഒരച്ഛൻ്റെ ആധി അറിയില്ല. ഒരു മനസ്സുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്ക്. താനൊരു മാഷല്ലേടോ? ഈ അളിഞ്ഞ മനസ്സ് ഏതെങ്കിലും പുണ്യതീർത്ഥത്തിൽ കൊണ്ടുപോയി കഴുകിക്കള. സഞ്ജു ഇറങ്ങിപ്പോയി. കാറിനടുത്ത് ചെന്ന് കൂടെയുള്ള ആളോട് പറഞ്ഞു, 12 മണിയാവുമ്പോൾ അശോകേട്ടൻ അയാളെ ഗേറ്റ് കടത്തി വിട്ടേക്ക്. അത് ഞാൻ ഏറ്റു. 1 മണിക്ക് ഞാൻ അയാളെ വിടൂ. സഞ്ജു കാറിൽ കയറി. പകമൂത്ത മനസ്സോടെ വിനീൻ മാഷ് സഞ്ജുവിന്റെ കാർ പോകുന്നത് നോക്കി നിന്നു. ജയരാമന്റെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടവരൊക്കെ വന്നു തുടങ്ങി. 10:30 മണിയായതോടെ 100ഓളം പേർ പന്തലിന് മുറ്റത്ത് നിറഞ്ഞു. ആകെ ഒരു പരവേശമായിരുന്നു ജയരാമന്. മൃദുല ഡ്രസ് ചെയ്ത് മുകളിലെ മുറിയിലേക്ക് വന്നപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു അമൃത. ഡ്രസ് ചെയ്യാതെ ബെഡിലിരിക്കുന്ന ചാരുതയെ കണ്ടതും മൃദുലയ്ക്ക് ദേഷ്യം വന്നു. നീ എന്താടി ഇങ്ങനെ ഇരിക്കുന്നത്? കുളിച്ച് വേഷം മാറു പെണ്ണേ. ചാരുത പൊട്ടിത്തെറിക്കുമെന്നാണ് അമൃത ഭയന്നത്. ഒന്നും ഉണ്ടായില്ല. കേൾക്കാത്ത ഭാവത്തിൽ അവൾ നിലത്ത് നോക്കിയിരുന്നു. ഈ പെണ്ണിനെന്താ പറ്റിയത്? രാവിലെ താഴെ വന്നതുമില്ല. എടി ചാരു. മൃദുല ചാരുതയുടെ ചുമലിൽ പിടിച്ചു. ചാരുത ആ കൈ തട്ടിക്കളഞ്ഞു. എന്താടി പെണ്ണേ നിനക്ക്? അമ്മ അവളെ വിട്ടേക്ക്. അവൾക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതിൻ്റെ സങ്കട. അമൃത പറഞ്ഞു. അതിന് ഇനിയും ദിവസമുണ്ടല്ലോ. കാര്യം ഗ്രഹിച്ച മട്ടിൽ മൃദുല അവളെ നോക്കി. അങ്ങനെ സംഭവിച്ചു. ഒന്നും പ്രതീക്ഷിക്കാതെയാണല്ലോ സംഭവിക്കുന്നത്. ആളുകളൊക്കെ കൂടി തുടങ്ങി. നീ കുറച്ച് ആഭരണമൊക്കെ ഇട്ട് താഴേക്ക് വാ. മൃദുല തിരിച്ചുപോയി. ജയരാമൻ ആളുകളോട് സംസാരിച്ച് മുറ്റത്ത് നിന്നപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഗോപാൽജിയും ഇന്ദിരാദേവിയും ഗേറ്റ് കടന്നു വരുന്നു. ജയരാമൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അയ്യോ സാറേ. അവിശ്വസനീയതയോടെ അയാൾ നിന്നു. ക്ഷണിക്കപ്പെടാതെ വന്ന 2 പേരും ഉണ്ടായിക്കോട്ടെ. ഇന്നലെ രാത്രി ഞങ്ങൾ എടുത്ത തീരുമാനമാ. ഇന്ദിരയ്ക്ക് മോളെയും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. വന്നാട്ടെ. ജയരാമൻ അവരെയും കൂട്ടി അകത്തേക്ക് കയറിയതും സ്റ്റെയർ കേസ് ഇറങ്ങി മൃദുല ഹാളിലെത്തിയതും ഒന്നിച്ചായിരുന്നു. ഗോപാൽജിയെ അവൾ തിരിച്ചറിഞ്ഞു. മൃദുലയുടെ മുഖത്തായിരുന്നു ഇന്ദിരാദേവിയുടെ കൂർത്ത നോട്ടം. നിനക്ക് സാറിനെ മനസ്സിലായോ? ജയരാമൻ മൃദുലയോട് ചോദിച്ചു. നമ്മുടെ വീട് വാങ്ങുന്ന സാറല്ലേ? അവൾ ചെറുചിരിയോടെ ചോദിച്ചു. അതെ, ഞാൻ നേരിട്ട് ചെന്ന് സാറിനെയും മാഡത്തെയും ക്ഷണിച്ചു. മൃദുല ഇന്ദിരാദേവിയെ നോക്കി ചിരിച്ചു. പക്ഷെ അവർ ചിരിക്കാൻ കൂട്ടാക്കിയില്ല. മൃദുലയ്ക്ക് അപമാനം തോന്നി. കുട്ടി എവിടെയാ? ജയരാമനോടായിരുന്നു ചോദ്യം. അവൾ മുകളിലെ മുറിയിലാ. മാഡം വരൂ. ജയരാമൻ ഇന്ദിരാദേവിയെ ക്ഷണിച്ചു. വേണ്ട, ഞാൻ പോയി കണ്ടോളാം. ഇന്ദിരാദേവി തനിയെ സ്റ്റെയർ കേസ് കയറി. അവരുടെ മട്ടും ഭാവവും മൃദുലയ്ക്ക് അശേഷം പിടിച്ചില്ല. ജയരാമൻ അവരുടെ മുന്നിൽ കാണിക്കുന്ന വിധേയത്വം തീരെ രസിച്ചില്ല. ആരോ വീണ്ടും വാതിൽ തുറക്കുന്നത് അറിഞ്ഞാണ് അമൃത മുഖം തിരിച്ചത്. അവൾക്ക് സ്വന്തം മിഴികളെ വിശ്വസിക്കാനായില്ല. സഞ്ജുവിന്റെ അമ്മ. അവന്റെ ഫോണിൽ മാത്രം കണ്ടിട്ടുള്ള മുഖം. ഇന്ദിരാദേവി അവളുടെ അടുത്ത് വന്ന് ഒരു കൈപ്പാടകലെ നിന്നു. അവളെ അടിമുടി നോക്കി. വെറുതെയല്ല അച്ഛനും മകനും ഇവൾക്ക് വേണ്ടി വാശി പിടിച്ചതെന്ന് അവർ മനസ്സിൽ ഉരുവിട്ടു.
എല്ലാം ഒത്തിണങ്ങിയ ഒരു പെണ്ണിനെ നാളിതുവരെയുള്ള ജീവിതത്തിനിടയിൽ ആദ്യമായി കാണുകയാണ്. ശാരദ കട്ടിൽ നിന്നിറങ്ങി അമൃതയുടെ അടുത്ത് ചെന്നു. ആരാ ചേച്ചി? സഞ്ജുവിൻ്റെ അമ്മ. മന്ത്രിക്കും പോലെ അമൃത പറഞ്ഞു. നിനക്ക് എന്നെ മനസ്സിലായി അല്ലേ? ഇന്ദിരാദേവിയുടെ മുഖത്ത് നിന്ന് ഗൗരവം വാർന്നുപോയി. അമ്മേ! അമൃത ഓടി അടുത്തു ചെന്നു. അവരെ നോക്കി നിൽക്കെ പൊടുന്നനെ അവൾ പൊട്ടിക്കരഞ്ഞു. അവളുടെ ഇരുചുമലിലും ഇന്ദിരാദേവി കൈവച്ചു. ആ നെഞ്ചിലേക്കൊന്ന് അണയാൻ അവൾ വെമ്പൽ കൊണ്ടു. നിന്റെ മാത്രം ശാഠ്യം കൊണ്ടാ ഒരു കല്യാണത്തിന് വേണ്ട ആളുകളെ വിളിച്ചുകൂട്ടി ജയരാമൻ സ്വയം നാണം കെടാൻ പോകുന്നത്. വരാൻ പോകുന്ന ഭവിഷ്യത്തൊന്നും ഓർക്കാതെയാണോ നീ ഇതിന് വാശി പിടിക്കുന്നത്? ഇന്ദിരാദേവി ശാന്തയായി ചോദിച്ചു. ഇതെന്റെ വാശി തന്നെയാണമ്മേ. വരാൻ പോകുന്ന ഒരു ഭവിഷ്യത്തും എന്നെയോ എൻ്റെ അനിയത്തിയോ ബാധിക്കില്ല. അച്ഛനുണ്ടാവുന്ന നാണക്കേട് ഞങ്ങൾ തീർക്കും. ഞങ്ങളുടെ അച്ഛനൊരു ജീവിതം വേണം. അത് ആ സ്ത്രീക്കൊപ്പം ഒരിക്കലും സംഭവിക്കില്ല. ഞങ്ങളുടെ ഭാവിയെ പറ്റിയൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ലമ്മേ. ഞങ്ങളുടെ അച്ഛനെ കവിഞ്ഞ് ഒന്നും ഞങ്ങൾക്കില്ല. നിറഞ്ഞൊഴുകുമ്പോഴും കനൽക്കട്ട പോലെ ജ്വലിക്കുന്ന അവളുടെ കൃഷ്ണമണികളിൽ നോക്കി ഇന്ദിരാദേവി നിന്നു. ഒരു പെണ്ണിന് ഈ സമൂഹത്തിൽ ജീവിക്കാൻ സ്ഥിരതയുള്ള ഒരു ജോലി മാത്രം മതി. അമ്മയ്ക്ക് അത് എന്നേക്കാൾ നന്നായിട്ടറിയാം. സഞ്ജു പറഞ്ഞ് ഞാൻ അമ്മയെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവസാനമായി ഒരു വട്ടം കൂടി മാറ്റി ചിന്തിക്കാൻ ഒരു മനസ്സ് നിനക്കുണ്ടാവുമെങ്കിൽ അത് നല്ലതാന്ന് നിന്നോട് പറയാനാണ് ഞാൻ വന്നത്. താഴെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ച് അമ്മ പിഴച്ചവളാണെന്ന് ആവേശത്തിന് വിളിച്ചു കൂവാം. നിന്റെ ഭാവിയെ അത് ബാധിക്കില്ലെന്ന് നിനക്ക് നല്ല നിശ്ചയമുണ്ട്. നിന്റെ അനിയത്തിയുടെ ഭാവിയോ? എനിക്ക് അങ്ങനെ ഒരു അമ്മയെ വേണ്ട. മറുപടി പറഞ്ഞത് ചാരുതയായിരുന്നു. പശ്ചാത്തപിക്കാൻ ഒരവസരം ആ സ്ത്രീക്ക് കൊടുക്കണ്ടേ കുട്ടികളെ? ഭർത്താവിനോട് ചെയ്ത ചതിയിൽ നീറി നീറി അവൾ ജീവിക്കുന്നതല്ലേ അവൾക്കുള്ള ശരിയായ ശിക്ഷ. അങ്ങനെ ഒരു പശ്ചാത്താപവും ആ സ്ത്രീക്കുണ്ടാവില്ല. ഞങ്ങൾക്കത് ഉറപ്പായി അറിയാം. അവർക്ക് ഞങ്ങളുടെ അച്ഛനെ കൂടാതെ മറ്റൊരാൾ വേണമായിരിക്കാം. എന്നാൽ ഞങ്ങളോട് ചെയ്തതോ? അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച മുഴുവൻ സമ്പാദ്യവും രഹസ്യക്കാരന് കൊടുത്തില്ലേ? ഞങ്ങൾ എങ്ങനെ അവരോട് ക്ഷമിക്കും? അമ്മ പറ. അമൃതയുടെ ചോദ്യത്തിനു മുന്നിൽ ഇന്ദിരാദേവിക്ക് മറുപടിയില്ലായിരുന്നു. ഇനി അവർ പശ്ചാത്തപിച്ചാലും നീറി നീറി ജീവിച്ചാലും ഞങ്ങളുടെ അച്ഛന് എന്ത് നേട്ടമാ ഉണ്ടാവാൻ പോകുന്നത്? സന്തോഷത്തോടെ ഒരു ജീവിതം അച്ഛനുണ്ടാവുമോ? ആ സ്ത്രീയെ ഭാര്യയായി സ്നേഹിക്കാൻ കഴിയുമോ? കേടുവന്ന ഒരവയവം മുറിച്ചു മാറ്റണം. അവരെ ഇറക്കി വിടുകയല്ല ചെയ്യുന്നത്. അവരുടെ രഹസ്യക്കാരൻ്റെ കൂടെ നാട്ടുകാരെ സാക്ഷിയാക്കി ഇനിയുള്ള കാലം ജീവിക്കാൻ ആ മക്കൾ പറഞ്ഞു വിടുന്നത്. അവരുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ഇമകൾ ചലിക്കാതെ ഇന്ദിരാദേവി നിന്നു. എൻ്റെ ജീവിതം സേഫായി അമ്മ സൂചിപ്പിച്ചത് സഞ്ജുവിനെ മനസ്സിൽ വെച്ചാണെന്ന് എനിക്കറിയാം. എനിക്ക് സഞ്ജുവിനോട് ഇഷ്ടമുണ്ട് എന്നല്ലാതെ ഈ നിമിഷം വരെ ഞങ്ങൾ ഒന്നിച്ചൊരു ജീവിതം ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. അമ്മ ചീത്തയായാൽ പെൺമക്കളുടെ ഭാവി എന്താവുമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് കാരണം ഞങ്ങൾക്കൊരു വിവാഹ ജീവിതം ഉണ്ടായില്ലെങ്കിൽ കൂടി ഒരു കാലത്ത് ഞങ്ങൾ വേദനിക്കില്ല. സഞ്ജു പറഞ്ഞ് ഞങ്ങളുടെ ചെറിയമ്മയെപ്പറ്റി അമ്മ അറിഞ്ഞിട്ടുണ്ടാവും. ദേവി പാർവതി, ചെറിയമ്മ ഇപ്പോഴും ജീവിക്കുന്നു. ഈ ഭൂമിയിലെ ഏറ്റവും നല്ല പെണ്ണായി. പ്രതിബിംബം വീണ കായൽപ്പരപ്പ് പോലെ അവളുടെ നിറക്കണ്ണുകളിൽ പ്രകാശത്തിൻ്റെ ഓളങ്ങളുണ്ടായി. ഇന്ദിരാദേവി അവളെ തന്നോട് ചേർത്ത് അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. എനിക്ക് വേണം മോളെ നിന്നെ, എൻ്റെ മോളായിട്ട് തന്നെ. അവരെ കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ കവിൾത്തടം വെച്ച് അമൃത കരഞ്ഞു. ജയരാമൻ ഗോപാൽജിയുടെ അടുത്ത് വന്നിരുന്നു. ജയരാമന്റെ കൈവിരലുകൾ വിറയ്ക്കുന്നത് ഗോപാൽജി ശ്രദ്ധിച്ചു. വിറയ്ക്കുന്നുണ്ടല്ലോ ജയരാമ. മനസ്സും ഉടലും വെട്ടിവിറക്കിയ സാറേ. ആർക്കെങ്കിലും ഇങ്ങനെയൊരു ദിവസം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അവസാന നിമിഷം വരെ ഞാൻ ഉണ്ടാവുമോയെന്നും എനിക്കറിയില്ല. അമ്മുവിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഇന്ദിര വന്നത്. താൻ ഭയപ്പെടുന്നതൊന്നും ഉണ്ടാവില്ല. വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞിട്ട് അമ്മു കയറിപ്പോകും. അതിനുള്ള ധൈര്യമേ അവൾക്കുള്ളൂ. അവിടം കൊണ്ട് അവസാനിച്ചെങ്കിലെന്ന എൻ്റെ പ്രാർത്ഥന. പക്ഷേ അതായിരിക്കില്ല സംഭവിക്കാൻ പോകുന്നത്. പുറത്ത് കാറിൻ്റെ ഹോൺ കേട്ടു. സിറ്റൗട്ടിലിരുന്ന ജയരാമൻ വേഗം എഴുന്നേറ്റു. മഹിയും കൂട്ടരും വന്നു. അവനിപ്പോ എന്നെ കാണാതിരിക്കുന്നതാ നല്ലത്. വീട്ടിൽ വന്ന ഒരിക്കൽ അവൻ എന്നെ കണ്ടിട്ടുള്ളതല്ലേ. ജയരാമൻ ചെല്ല്, ഞാൻ മാറി നിൽക്കാം. ശരി സാറേ. ജയരാമൻ മുറ്റത്തെ പന്തലിൽ ഇറങ്ങിയപ്പോൾ കൂടെ ഗോപാൽജിയും ഇറങ്ങി. ഗേറ്റിന് പുറത്തു വന്ന് നിന്ന 2 ടെമ്പോ ട്രാവലറിൽ നിന്ന് പയ്യന്റെ കൂട്ടർ ഇറങ്ങി അകത്തേക്ക് വന്നു. ഗേറ്റ് കടന്ന് ആളുകൾക്കിടയിലൂടെ പയ്യനും കൂട്ടരും വന്ന കാർ അകത്തേക്ക് വന്നു.
മഹേഷും രമേശനും മണിയമ്മയും മഞ്ജുവും കുഞ്ഞും ഇറങ്ങി. ജയരാമൻ അങ്ങോട്ട് ചെന്നു. വന്നാട്ടെ, ജയരാമൻ ക്ഷണിച്ചു. നവവരന്റെ കെട്ടിലും മട്ടിലുമായിരുന്നു മഹേഷ്. കസവു കരയുള്ള മുണ്ടും ചന്ദന നിറമുള്ള ഷർട്ടും. അവന്റെ പിന്നിൽ നിഴൽ പോലെ രമേശനും ഉണ്ടായിരുന്നു. മണിച്ചേച്ചിയും മഞ്ജുവും അകത്തേക്ക് ചെല്ല്, ജയരാമൻ പറഞ്ഞു. അതിന് എനിക്ക് നിന്റെ അനുവാദം വേണോ ജയരാമ? ചിരിച്ചുകൊണ്ട് മണിയമ്മ മകളെയും കൂട്ടി അകത്തേക്ക് പോയി. 11:30 സമയം? രമേശൻ ജയരാമനോട് വെറുതെ ചോദിച്ചു. അതെ, ഊണിനുള്ള സമയമുണ്ട്. രമേശൻ, നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആളുകളെ ക്ഷണിച്ചു കയറ്റ്. എല്ലാത്തിനും ഞാനൊരാളേ ഉള്ളൂ. രമേശന് അറിയില്ലേ? അതൊക്കെ ഞാനേറ്റു. രമേശൻ ഉഷാറായി. ചടങ്ങ് കഴിഞ്ഞിട്ട് പോരെ ജയൻമാമി സദ്യ? മഹേഷ് ചോദിച്ചു. ഇനിയും 1.5 മണിക്കൂർ സമയമില്ലേ മഹി? ആളുകളെ എന്തിനാ നിർത്തി മുഷിപ്പിക്കുന്നത്? സദ്യ നടക്കട്ടെ. 11:30 മുതൽ 12:30 വരെയാ ചടങ്ങിനുള്ള മുഹൂർത്തം. ജയരാമൻ വാച്ചിലേക്ക് നോക്കി. എന്നാ പിന്നെ ഇല വെക്കുന്നതാ നല്ലത്. രമേശൻ അനുകൂലിച്ചു. ഇല വെച്ചു കഴിഞ്ഞു. ആളെ വിളിച്ച് കയറ്റിയാൽ മതി. രമേശനൊന്ന് വാ. ജയരാമൻ അയാളെയും കൂട്ടിപ്പോയി. മഹേഷ് നാട്ടിലുള്ള സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ചെന്നു. ഹാൾ നിറയെ സ്ത്രീകളായിരുന്നു. പരിചയക്കാരോടൊക്കെ മണിയമ്മ കുശലം പറഞ്ഞു നിന്നപ്പോൾ മുറിയിൽ നിന്ന് ഡ്രസ് ചെയ്ത് മൃദുല ഇറങ്ങി വന്നു. കാഞ്ചീപുരം പട്ടുസാരിയാണ് അവൾ ചുറ്റിയിരുന്നത്. കൈകളിലും കഴുത്തിലും ആവശ്യത്തിന് ആഭരണങ്ങൾ. ചിരിയോടെ മൃദുല മണിയമ്മയുടെ അടുത്ത് വന്നു. മഞ്ജു മൃദുലയെ അടിമുടി നോക്കി. മോളേക്കാൾ സുന്ദരി അമ്മയാണെന്ന് മഞ്ജു ഉള്ളിലോർത്തു. മോളെവിടെ മൃദുലേ? അവൾ മുകളിലുണ്ട്, ഒരുങ്ങുക. ഞാൻ എൻ്റെ മോളെ ഒന്ന് കണ്ടേച്ചു വരട്ടെ. എൻ്റെ മോള്? മൃദുല മനസ്സിൽ ചിരിച്ചു. ഇതൊരു നാടകം മാത്രമാണെന്ന് അവർക്കറിയില്ല. മണിയമ്മയും മഞ്ജുവും സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. ഹാളിൻ്റെ ഒരു ഭാഗത്ത് എല്ലാം കണ്ടു നിന്ന ഇന്ദിരാദേവി മൃദുലയുടെ അടുത്ത് വന്നു. അവരെ കണ്ടപ്പോൾ മൃദുല ഈർഷ്യ ഉള്ളിലടക്കി പിടിച്ചു. 2 കോടി രൂപ അഡ്വാൻസ് തന്നതിൻ്റെ ഗർവ്വം അവർക്ക്. ഒരാഴ്ച കഴിയുമ്പോൾ ഈ വീട് സ്വന്തമാവുമെന്ന ഭാവം. ഇതിനേക്കാൾ വലിയ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഏതാ ആ സ്ത്രീ? ഇന്ദിരാദേവി ചോദിച്ചു. പയ്യൻ്റെ അമ്മയാ. പയ്യനെ കണ്ടാണല്ലേ വിവാഹം ഉറപ്പിച്ചത്? എന്താ അങ്ങനെ ചോദിക്കാൻ? മൃദുല നെറ്റിച്ചുളിച്ചു. ഉണ്ണിയെ കണ്ടാൽ അറിയില്ലേ ഊരിലെ പഞ്ഞം? ഇന്ദിരാദേവി ചിരിച്ചു. മൃദുലയ്ക്ക് മുഖത്തടിയേറ്റതുപോലെയായി. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരുന്ന ബന്ധമായത്. ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞങ്ങൾ സഹിച്ചാ പോരെ? മൃദുല തിരിച്ചടിച്ചു. സഹിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പെൺകുട്ടിയല്ലേ. അവളുടെ ഇഷ്ടത്തിന് ഈ വിവാഹ നിശ്ചയം നടത്തുന്നത്. അല്ല, നിങ്ങളോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ആയിക്കോട്ടെ, പെൺകുട്ടിയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ഇന്ദിരാദേവി പുറത്തേക്ക് പോയി. മൃദുലയുടെ ദേഹം വിറച്ചു. അതാരാ മൃദുലേ? എല്ലാം കേട്ടു നിന്ന സ്ത്രീകളിൽ ഒരാൾ ചോദിച്ചു. ജയേട്ടൻ്റെ പരിചയക്കാരൻ്റെ ഭാര്യയാ. വന്നപ്പോൾ മുതൽ അവരുടെ ധാർഷ്ട്യം ഞാൻ ശ്രദ്ധിക്കുന്നതാ. ഞങ്ങളുടെ കുട്ടിയെ കെട്ടിച്ചു വിടുന്നതിന് അവർ അഭിപ്രായം പറയുന്ന എന്തിനാ? മൃദുല വെട്ടിത്തിരിഞ്ഞ് മുകളിലേക്ക് പോയി. പന്തലിൽ സദ്യ ആരംഭിച്ചു കഴിഞ്ഞു. സദ്യയുടെ രുചികരമായ ഗന്ധം വായുവിൽ പടർന്നു. നാട്ടിലെ പരിചയക്കാരോട് സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് നിന്ന മഹേഷിന്റെ ചുമലിൽ ആരോ തട്ടി. മഹേഷ് തിരിഞ്ഞപ്പോൾ മുന്നിൽ ചിരിയോടെ സഞ്ജ നിൽപ്പുണ്ടായിരുന്നു. മഹേഷിന് കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തൻ്റെ സിനിമയിൽ ചെറിയ റോൾ ചെയ്യാൻ ഡയറക്ടർ കൊണ്ടുവന്ന പയ്യൻ. നീ എന്താ ഇവിടെ? മഹേഷിന്റെ സ്വരം പതറി. അമ്മുവിൻ്റെ അനിയത്തി ചാരുവും എൻ്റെ അനിയത്തിയും ഒരേ ക്ലാസ്സിലാ. ചാരു ക്ഷണിച്ചിട്ടാ ഞങ്ങൾ വന്നത്. സാറിനെ കണ്ടപ്പോഴാ അമ്മുവിനെ കെട്ടാൻ പോകുന്നത് സാറാണെന്ന് മനസ്സിലായത്. നീയൊന്ന് വന്നേ. മഹേഷ് അവനെ മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്താ നിന്റെ പേര്? ഷിൻ. സിനിമ വേറെ, ജീവിതം വേറെ. ഇവിടുത്തെ കാര്യങ്ങളൊന്നും നീ മറ്റുള്ളവരോട് വിളമ്പിയേക്കരുത്. അതുപോലെ ഡയറക്ടർ അജിയെ അറിയിക്കാനും പോകരുത്. വിവാഹ നിശ്ചയമൊന്നും ഞാൻ സിനിമക്കാരെ അറിയിച്ചിട്ടില്ല. ഇതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. കല്യാണത്തിന് അവരെ ക്ഷണിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മഹേഷിൻ്റെ സ്വരം കടുത്തു. ഞാൻ ആരോടും പറയില്ല സാറേ. അതാ നിന്റെ നന്മയ്ക്ക് നല്ലത്. എനിക്കെതിരെ നീ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ സിനിമ എന്ന നിന്റെ മോഹം തന്നെ ഇല്ലാതാവും. നീ അഭിനയിച്ച സീനൊന്നും പടത്തിലുണ്ടാവില്ല. മഹേഷ് ഭീഷണി കലർത്തി. സഞ്ജു ചിരിച്ചു. സിനിമ എൻ്റെ മോഹമൊന്നുമല്ല. അജി സാറ് നിർബന്ധിച്ചിട്ടാ ഞാൻ വന്നത്. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ? സോനുവും സാറും പ്രണയത്തിലാണെന്നും സിനിമ കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹം നടക്കുന്നുണ്ടെന്നുമാണല്ലോ കേട്ടത്. എന്നിട്ടാണോ സാറ് വേറൊരു പെണ്ണിനെ കെട്ടുന്നത്? മഹേഷിൻ്റെ മുഖം ചുവന്നു. അനാവശ്യം പറയരുത്.
സിനിമാ ഫീൽഡിൽ അങ്ങനെ പല ഗോസിപ്പും കേൾക്കും. അതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് അസൂയക്കാരാ. ഇവിടെയും അങ്ങനെ കുറെ വായി നോക്കികൾ ഉണ്ടായിരുന്നു. സോനു നല്ല ആർട്ടിസ്റ്റാ. നീ ഇതൊന്നും മറ്റുള്ളവരോട് പറഞ്ഞ് അവളുടെ കരിയർ ഇല്ലാതാക്കരുത്. സാറ് ചൂടാവുന്നത് എന്തിനാ? എന്നോട് ഇതൊക്കെ പറഞ്ഞത് സോനു തന്നെയാ. പടം റിലീസായാൽ നിങ്ങളുടെ കല്യാണം ഉണ്ടാവുമെന്നും മാത്രമല്ല സോനുവിന്റെ മമ്മി 1.5 കോടി രൂപ തന്ന് സാറിന്റെ പടത്തിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ കാര്യവും പറഞ്ഞു. മഹേഷിന്റെ മുഖത്തെ ചോര വാർന്നു. താൻ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഇവൻ. എന്താ സാറേ നിങ്ങൾ തമ്മിൽ പിരിയാൻ കാരണം? നിങ്ങൾ തമ്മിൽ എന്ത് കോൺട്രാക്റ്റാ ഉള്ളത്? ഫോണിൽ സംസാരിക്കും, വാട്സപ്പിൽ ചാറ്റ് ചെയ്യും. ഇന്നലെയും തമ്മിൽ സംസാരിച്ചതാ. മഹേഷിന്റെ കണ്ണിൽ ഇരുട്ട് കയറി തുടങ്ങി. അമ്മുവിന്റെ അച്ഛന് 30 കോടിയുടെ ലോട്ടറി അടിച്ചപ്പോൾ സാർ സോനുവിനെ തേച്ചതാണല്ലേ? ചിരിയോടെ അവൻ ചോദിച്ചു. മഹേഷ് അവനോട് മുട്ടി നിന്നു. എന്റെ പ്രൈവസിയിൽ കയറി ഇടപെട്ടാലുണ്ടല്ലോ നീ ജീവനോടെ ഉണ്ടാവില്ല. ആരാടാ നീ? ഞാൻ ആരാന്ന് നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. സഞ്ജു മഹേഷിന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. എടാ മഹേഷേ, നിനക്കും അറിയില്ലടാ ഞാൻ ആരാന്ന്. ഞാനൊന്ന് ഒച്ചയെടുത്താൽ നിന്റെ വിവാഹ നിശ്ചയം ഇവിടെ വെച്ച് മുടങ്ങും. നിനക്കത് കാണണോടാ? നീ ഒരു പരമ ചെറ്റിയാണെന്ന് എനിക്കറിയാം. ഉടൽ തരിച്ചെങ്കിലും മഹേഷ് സ്വയം അടക്കി. ഇവിടെ വെച്ച് ഞാൻ നിന്റെ മുഖത്തടിച്ചാൽ പോലും നിനക്ക് പ്രതികരിക്കാൻ പറ്റില്ല. സോനു പറഞ്ഞ് ഞാൻ എല്ലാം അറിഞ്ഞടാ. കയ്യിൽ കാശില്ലാതെ നീ മുങ്ങി നടക്കുവാന്ന്. അല്ലെങ്കിൽ തന്നെ നിന്റെ കയ്യിൽ എന്നാ കാശുണ്ടായത്? മൊബൈൽ ഷോപ്പിൽ സെയിൽസ്മാനായി നിന്ന നീ എങ്ങനെയാ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങിയതെന്ന് അന്വേഷിക്കേണ്ട സംഗതികളാ. ഈ ഒരു പകലിന്റെ ആയുസ് മാത്രമേ നിനക്കുള്ളൂ എന്ന് അവനെ നോക്കി മഹേഷ് മനസ്സിൽ കുറിച്ച് അടിവരയിട്ടു. ശരിയടാ മഹേഷ് മാമ്പള്ളി, നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. ചടങ്ങ് കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്കൊന്നുകൂടി കാണാം. ഞാൻ കാത്തു നിൽക്കും. നീ എന്നെ കണ്ടിട്ടേ പോകാവൂ. ഞാൻ ആരാന്ന് നിനക്ക് പറഞ്ഞു തരാം. സഞ്ജു അവന്റെ മുന്നിൽ നിന്ന് പോയി. അവൻ ഗേറ്റിന് പുറത്തേക്കാണ് പോകുന്നതെന്ന് മഹേഷ് കണ്ടു. രമേശൻ വരുന്നത് കണ്ട് മഹേഷ് വേഗം മുന്നോട്ട് ചെന്നു. അളിയൻ ആ പോകുന്ന പയ്യനെ കണ്ടോ? വയലറ്റ് ഷർട്ടിട്ട പയ്യനല്ലേ? അതെ. അവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ആരെയെങ്കിലും വെച്ച് അളിയനൊന്ന് വാച്ച് ചെയ്യണം. ഇവിടെ നിന്ന് അവൻ അവന്റെ അനിയത്തെയും കൂട്ടിയാവും തിരിച്ചു പോകുന്നത്. പിന്നാലെ ആളെ വിടണം. അവന്റെ വീട് കണ്ടുപിടിക്കണം. എന്താ പ്രശ്നം? നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അളിയൻ ഇക്കാര്യത്തിൽ ഉദാസീനത കാണിച്ച ഇനി കല്യാണം നടന്നില്ലെന്ന് വരും. ഇപ്പോൾ ഒന്നും സംസാരിക്കാനുള്ള സമയമല്ല. അത് ഞാൻ ഏറ്റു. രമേശൻ സഞ്ജുവിന്റെ പിന്നാലെ പോയി. അവൻ ഇപ്പോൾ തന്നെ സോനുവിനെ വിളിച്ച് വിവരം പറയും. അങ്കിളിൽ നിന്ന് അവൾ നേരത്തെ തന്നെ കാര്യങ്ങൾ അറിഞ്ഞു കാണും. അതോർത്ത് പേടിക്കാനൊന്നുമില്ല. അവർക്ക് പണം തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. രമേശൻ അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നു. അവൻ റോഡിൽ പാർക്ക് ചെയ്ത കാറിലിരുന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. വണ്ടി നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. അവന്റെ നീക്കങ്ങൾ അറിയാൻ രതീഷിനെ ഏർപ്പാടാക്കുകയും ചെയ്തു. പോരെ, അവൻ ഏതാണെന്നും അവന്റെ വീട് എവിടാണെന്നും കണ്ടെത്തി തന്നാൽ 10,000 രൂപ ഞാൻ തരുമെന്ന് രതീഷിനെ വിളിച്ചു പറ. രമേശൻ അമ്പരപ്പോടെ മഹേഷിനെ നോക്കി. മാറ്റർ അത്രയ്ക്ക് സീരിയസ് ആയിട്ടാ? ആ പയ്യനും അമ്മുവും തമ്മിൽ വല്ല കണക്ഷനുമുണ്ടോ? ഇതെന്റെ ബിസിനസിനെ ബാധിക്കുന്നതാ. അടിയൻ ചെല്ല്. മഹേഷിന്റെ അടുത്തേക്ക് 3-4 പേർ വന്നപ്പോൾ ആ സംസാരം അവിടെ മുറിഞ്ഞു. സദ്യ കഴിഞ്ഞ ആളുകൾ എഴുന്നേറ്റ് തുടങ്ങിയപ്പോൾ പഞ്ചായത്ത് മെമ്പർ ശശാങ്കൻ ജയരാമന്റെ അടുത്ത് വന്നു. ഇനി കഴിക്കാൻ അടുത്ത ബന്ധുക്കളും വീട്ടുകാരുമേ ഉള്ളൂ. ചടങ്ങ് കഴിഞ്ഞിട്ട് ഇലവെച്ചാ പോരെ? മതി മെമ്പറെ, എന്നാൽ ചടങ്ങിലേക്ക് കടക്കാം. ശശാങ്കന്റെ കൂടെ ജയരാമൻ ചടങ്ങിന് വേണ്ടി തയ്യാറാക്കിയ പന്തലിലേക്ക് നടന്നു. മുന്നിൽ നെഞ്ചും വിരിച്ച് ഭദ്രൻ വന്നു നിന്നു. ഭദ്രൻ വന്നോ? ഒന്ന് വാ. ജയരാമൻ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് ഭദ്രനെ കൂട്ടിക്കൊണ്ടുപോയി. ഇടഞ്ഞ മട്ടിലായിരുന്നു ഭദ്രൻ. നിന്റെ ചടങ്ങിൽ പങ്കുകൊള്ളാനും സദ്യ ഉണ്ണാനും വലിഞ്ഞു കയറി വന്നതല്ല ഞാൻ. ദേവി പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഭദ്രൻ എന്തായാലും വന്നത് നന്നായി. ഞാൻ പതറിപ്പോകുമെന്ന് അറിഞ്ഞിട്ടാവും എനിക്കൊരു തുണയായിട്ട് ദേവി ഭദ്രനെ അയച്ചിട്ടുണ്ടാവുക. ഭദ്രൻ അയാളെ ചുഴിഞ്ഞു നോക്കി. ചടങ്ങിന് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ ചടങ്ങ് നടക്കില്ല ഭദ്ര. ജയരാമൻ ഭദ്രന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഇപ്പോൾ തന്നെ എന്റെ പാതി ജീവൻ പോയി. എല്ലാം ഭദ്രൻ കൈകാര്യം ചെയ്തു കൊള്ളണം. എങ്ങും തൊടാതെ നീയും ദേവിയും പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിശ്ചയം നടക്കാതിരിക്കാനുള്ള കാരണം എന്താ? ജയരാമൻ നെടുതായെന്ന് നിശ്വസിച്ചു. എല്ലാം എന്റെ മോട് തീരുമാനിച്ച കാര്യങ്ങളാ. അവൾക്ക് മഹിയെ ഇഷ്ടമല്ല. അവനൊരു ചതിയനാണ്. അവനെ വിളിച്ചു വരുത്തി നാണം കെടുത്തി വിടാനാ അവൾ ഇങ്ങനെയൊരു നാടകത്തിന് തയ്യാറായത്. എല്ലാം ഭദ്രനറിയും. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ
അവിടെ വെച്ച് ഞാൻ നെഞ്ചുപൊട്ടി മരിച്ചുപോയാൽ എൻ്റെ കുട്ടികൾക്ക് ഭദ്രനും ദേവിയും മാത്രമേ ഉള്ളൂ. ജയരാമൻ്റെ കണ്ണ് നനഞ്ഞു. എന്താന്ന് വെച്ചാൽ നീ പറ ജയരാമ. ഭദ്രൻ നിന്റെ കൂടെ നിൽക്കും. മഹിയും നിന്റെ ഭാര്യയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടോ? ജയരാമൻ നടുങ്ങിപ്പോയി. ഭദ്രൻ ചിരിച്ചു. ദേവിയുടെ സംസാരത്തിൽ നിന്ന് ഞാനത് ഊഹിച്ചതാ. അല്ലെങ്കിൽ ക്ഷണിക്കാത്ത ചടങ്ങിലേക്ക് ഞാൻ വരില്ലായിരുന്നു. നെഞ്ചിലടക്കി വെക്കാതെ പറ. ജയരാമൻ തലയാട്ടി. ഞാൻ വന്ന ദിവസം തന്നെ അത് തിരിച്ചറിഞ്ഞു. എന്നെ കൊല്ലാൻ കുണ്ടായി പൗത്രനും കൊട്ടേഷൻ കൊടുത്തത് അവനാ. അതിന്റെ പേരിൽ വന്ന് വേട്ടയാടപ്പെട്ടത് നീയും. കുണ്ടായി പവിത്രനായിരുന്നോ? ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. തീർത്ത് കളഞ്ഞേനെ ഞാൻ ആ പട്ടിയെ. ഭദ്രന്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു പൊട്ടി. ജയരാമൻ എവിടെ? ആരോ വിളിച്ചു ചോദിക്കുന്നത് കേട്ടു. ഞാൻ മരിക്കാൻ പോവുകയാണ് ഭദ്ര. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുന്നിൽ വെച്ച് ജയരാമന്റെ കയ്യിൽ ഭദ്രൻ മുറുകെ പിടിച്ച് അടുപ്പിച്ചു. നീ ജീവിക്കും മനസ്സമാധാനമായിട്ട്. ഞാനുണ്ടടാ നിന്റെ കൂടെ. നീ വാ. ഭദ്രൻ അയാളെ പിടിച്ചുകൊണ്ടുപോയി. ചടങ്ങിന് വേണ്ട തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. മുറ്റത്തെ ചെറിയ പന്തലിൽ ആളുകൾ വട്ടം കൂടി നിന്നു. രമേശൻ മഹേഷിനെ കൂട്ടിക്കൊണ്ടുവന്ന് മണ്ഡപം പോലെ അലങ്കരിച്ച സ്ഥലത്തിരുത്തി. ഭദ്രന്റെ കടന്നുവരവും ജയരാമനെ പാവയാക്കി അയാൾ നിയന്ത്രണം ഏറ്റെടുത്തതും മഹേഷിനെ അമ്പരപ്പിച്ചു. ഇനി കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരൂ, മുതിർന്ന ഒരാൾ പറഞ്ഞു. ജയരാമൻ ചെന്ന് മോളെ വിളിച്ചുകൊണ്ടുവരൂ, ഭദ്രൻ നിർദ്ദേശിച്ചു. നെഞ്ചിടിപ്പോടെ ജയരാമൻ വീട്ടിലേക്ക് കയറി. സിറ്റ് ഔട്ടിലും ഹാളിലും സ്ത്രീകൾ തിങ്ങി നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. സ്റ്റെയർ കേസിന് താഴെ മൃദുലയുടെയും മണിയമ്മയുടെയും അടുത്ത് അമൃത നിൽപ്പുണ്ടായിരുന്നു. നോക്കു ജയേട്ടാ, ചടങ്ങിന് വാങ്ങിയ സാരിയല്ല അവൾ ചുറ്റിയെ. കുറച്ച് ആഭരണങ്ങളെടുത്ത് ധരിക്കാൻ പറഞ്ഞിട്ട് അതും കേൾക്കുന്നില്ല. മൃദുല അമർഷം കൊണ്ടു. ഇത് പുതിയ സാരി അച്ഛാ, മറ്റേ സാരിയുടെ കളർ എനിക്കിഷ്ടം, അമൃത പറഞ്ഞു. അവൾക്ക് പിന്നിൽ ചിറകുടഞ്ഞ കിളിക്കുഞ്ഞിനെ പോലെ നിൽക്കുന്ന ചാരുതയെ ജയരാമൻ കണ്ടു. അയാളുടെ നെഞ്ചു പൊട്ടി. ഇനിയിപ്പോൾ ഡ്രസ് മാറാനൊന്നും നിൽക്കണ്ട, സമയമായി. അയാൾ തീയിൽ ചവിട്ടി നിൽക്കുന്ന വേവോടെ പറഞ്ഞു. എൻ്റെ ഒരുക്കം കുറഞ്ഞു പോയാൽ എന്താ? അമ്മ നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടല്ലോ, അതുപോരെ? അമൃത ചിരിച്ചു. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ വിവാഹ നിശ്ചയമല്ലേ നടക്കുന്നത്? മണിയമ്മയുടെ സ്വരത്തിൽ നീരസം കലർന്നിരുന്നു. അത് പിന്നെ എങ്ങനെ? അവൾ എന്ത് തീരുമാനിച്ചോ അതല്ലേ ഈ വീട്ടിൽ നടക്കൂ. മൃദുല പറഞ്ഞത് തന്റെ നേരെ ഒരു ഒളിമ്പാണെന്ന് മണിയമ്മയ്ക്ക് തോന്നി. ഈ വിവാഹത്തിന് മൃദുലയ്ക്ക് തീരെ താല്പര്യമില്ലായിരുന്നുവെന്ന് അവർക്കറിയാമായിരുന്നു. ജയരാമൻ പെണ്ണിനെയും കൂട്ടി വാ. മണിയമ്മയും പിന്നാലെ മഞ്ജുവും പുറത്തേക്ക് പോയി. നിങ്ങൾ വാ. ജയരാമന്റെ പിന്നാലെ മൃദുലയും അമൃതയും ചാരുതയും പുറത്തേക്ക് വന്നു. ആളുകൾ ഒഴിഞ്ഞുകൊടുത്തപ്പോൾ അവരെല്ലാം പന്തലിൽ കയറി. മഹേഷിന്റെ ഇരിപ്പ് കണ്ടപ്പോൾ അമൃതയുടെ രക്തം തിളച്ചു. അവന്റെ പിന്നിൽ മണിയമ്മയും മഞ്ജുവും രമേശനും വേറെ 4-5 ബന്ധുക്കളും നിരന്നു. ഒരു ഭാഗത്ത് ഗോപാൽജിയും ഇന്ദിരാദേവിയും ആളുകൾക്ക് പിന്നിലായി നിൽപ്പുണ്ട്. തലച്ചോറിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി പൊട്ടിപ്പോകുന്നത് പോലെ ജയരാമന് തോന്നി. കാഴ്ച മങ്ങുകയാണ്. അയാളുടെ ശ്വാസഗതി ക്രമാതീതമായി വർദ്ധിച്ചു. ജയരാമൻ കുട്ടിയെ കൂട്ടിക്കൊണ്ടു വാ. ആരാണ് അത് പറഞ്ഞതെന്ന് ജയരാമന് മനസ്സിലായില്ല. ഏത് നിമിഷവും താൻ താഴെ വീണു പോകുമെന്ന് അയാൾക്ക് തോന്നി. വന്നോളൂ. എന്താ ജയേട്ടാ? മൃദുല അയാളെ നോക്കി. അയാൾ വിയർക്കുന്നത് അവൾ കണ്ടു. അയ്യോ എന്താ? മൃദുലയുടെ ചോദ്യം എല്ലാവരും കേട്ടു. ഭദ്രൻ മുന്നോട്ട് വന്നു. ജയരാമൻ ഒന്നുമില്ല, നീ ഇങ്ങോട്ടിരിക്കെ. കസേരയിലിരുന്ന ഒരാളെ പിടിച്ചു മാറ്റി ഭദ്രൻ ജയരാമനെ ബലമായി പിടിച്ച് അവിടെ ഇരുത്തി. ഒന്നുമില്ലെന്നേ, ഇത്രയും ദിവസം ഓട്ടമായിരുന്നില്ലേ, അതിൻ്റെ ഒരു ക്ഷീണ. ചടങ്ങ് നടക്കട്ടെ, ഭദ്രൻ ഉറക്കെ പറഞ്ഞു. കാൽമുട്ടുകളിൽ കൈ കൊടുത്ത് നിലത്തെ നോക്കി ജയരാമൻ ഇരുന്നു. മഹേഷ് തിരിഞ്ഞ് മണിയമ്മയെ നോക്കി. പെട്ടെന്ന് ജയരാമനുണ്ടായ വല്ലായ്മ കാരണം ചടങ്ങ് മുടങ്ങിപ്പോകുമോ എന്ന ഭയം അവർക്കുണ്ടായി. സുഖമില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ ചെയ്യട്ടാ, മുഖം കുനിച്ച് മൃദുല പറഞ്ഞു. വേണ്ടെന്ന് ജയരാമൻ തലയനക്കി. അച്ഛന് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതാ, കുറച്ച് വിശ്രമിക്കുമ്പോൾ മാറിക്കോളും, പേടിക്കാനൊന്നുമില്ല, അമൃത പറഞ്ഞു. ഇതെന്തു മകളെന്ന് കൂടെ നിന്നവർ മനസ്സിലോർത്തു. എങ്ങനെയും ചടങ്ങൊന്ന് നടന്നു കിട്ടിയാൽ മതിയെന്നായി മഹേഷിന്. ആൾക്കൂട്ടത്തിലേക്ക് അവൻ പാടി നോക്കിയപ്പോൾ സഞ്ജുവിന്റെ മുഖം കണ്ടു. ആരോ ഒരു ഗ്ലാസ്സിൽ ജയരാമന് വെള്ളവുമായി വന്നു. ജയരാമൻ അത് വാങ്ങാൻ തയ്യാറായില്ല. നമുക്ക് ചടങ്ങ് നടത്താം. ജയൻ മാമയ്ക്ക് എന്തേലും ദേഹാസ്വാസ്ഥ്യം ഉണ്ടേല് വേഗം ഹോസ്പിറ്റലിൽ പോകാമല്ലോ, രമേശൻ പറഞ്ഞു. എന്നാൽ ചടങ്ങ് തുടങ്ങാം, നിയന്ത്രണം ഏറ്റെടുത്ത ഭദ്രൻ പറഞ്ഞു. മോള് വാ, വാ ഇങ്ങോട്ട്, അച്ഛൻ അവിടെ ഇരുന്നോളും, മൃദുലയോട് പറഞ്ഞിട്ട് അമൃത മണ്ഡപത്തിനടുത്തേക്ക് നീങ്ങി.
ജയരാമനെ സങ്കടത്തോടെ നോക്കിയിട്ട് മൃദുല കൂടെ ചെന്നു. ജയരാമന്റെ ചുമലിൽ കൈവച്ച് ചാരുത നിറഞ്ഞു തൂവുന്ന കണ്ണുകളുമായി നിന്നു. മണ്ഡപത്തിനടുത്തായി അമൃതയും മൃദുലയും ചെന്ന് നിന്നു. കുട്ടി പയ്യന്റെ അടുത്തേക്ക് കയറി ഇരിക്കുക. ചടങ്ങ് നടത്താൻ മുന്നിൽ നിന്ന പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു. അമൃത ചലിച്ചില്ല. കുട്ടിയോടാ പറഞ്ഞത്. അയാൾ അമൃതയെ നോക്കി. ഞാൻ എന്തിനാ അവിടെ കയറിയിരിക്കുന്നേ? ഉറക്കിയായിരുന്നു അമൃതയുടെ ചോദ്യം. എല്ലാവരും അത് കേട്ട് ഞെട്ടി. നടുക്കത്തോടെ മഹേഷ് മുഖമുയർത്തി അവളെ നോക്കി. ചടങ്ങ് നടക്കേണ്ടത് ഞാനും ഈ ഇരിക്കുന്ന മഹേഷുമായിട്ടല്ല. അതൊരു ഇടിമുഴക്കമായിരുന്നു. അമൃത വെട്ടിത്തിരിഞ്ഞ് പിന്നിൽ നിന്ന മൃദുലയുടെ കൈ പിടിച്ച് മുന്നോട്ട് നിർത്തി. സർവരും സ്തബ്ധരായി നിൽക്കെ അമൃതയുടെ ഒച്ചയുയർന്നു. ഇവിടെ വെച്ച് വിവാഹ നിശ്ചയമോ വിവാഹമോ നടത്തേണ്ടത്. ഇവർ രണ്ടുപേരും തമ്മിലാ. ഒരു ചുഴലി കൊടുങ്കാറ്റിൽ പന്തൽ ആടിയുലഞ്ഞു. ഈ സ്ത്രീയും ഇയാളും തമ്മിൽ പ്രണയത്തിലാ. ഇവരാ ഒന്നിച്ച് ജീവിക്കേണ്ടത്. മൃദുലയുടെയും മഹേഷിന്റെയും മനസ്സുകളിൽ ഒരു സ്ഫോടനമുണ്ടായി. കസേരയോടൊപ്പം ബോധശൂന്യനായി ജയരാമൻ പിന്നിലേക്ക് മറിഞ്ഞു. മനസ്സുകളെ കടപുഴക്കിയെറിഞ്ഞ് കൊടുങ്കാറ്റ് പന്തലിനുള്ളിൽ വട്ടം ചുറ്റി. അടുത്ത ഭാഗം നാളെ.